ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2026 മെയ് മാസ ഫലമാണ്. അത് തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്തിരയുടെ 3-4 പാദങ്ങളും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ 1-2-3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഈ രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്നു. അതായത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം 9ാം ഭാവമായ ഏറ്റവും വലിയ ഭാഗ്യഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ വളരെയധികം നേട്ടങ്ങൾ ഈ ഗ്രഹത്തെ കൊണ്ട് വന്നു ചേരാൻ ഭാഗ്യമുണ്ട്. പ്രഥമമായിട്ട് നോക്കുമ്പോൾ ഏറ്റവും പ്രധാനം ആരോഗ്യമാണ്. ഏതൊരു വ്യക്തികളെ സംബന്ധിക്കുന്നിടത്തോളം പ്രഥമ ഗണനം ഉള്ളത് ആരോഗ്യം തന്നെയാണ്. പൂർണ്ണമായ ആരോഗ്യമുണ്ടെങ്കിൽ അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. അങ്ങനെയുള്ള ഒരു ഭാഗ്യം ഉള്ള മാസമാണ് മെയ് മാസം. അതായത് കൊച്ചുകുട്ടികൾക്കായാലും പ്രായമായവർക്കും ഒക്കെ പൊതുവെ ആരോഗ്യം മെച്ചപ്പെടും. നല്ല ഒരു സ്ഥിതിയിലേക്ക് ആണ് വരുന്നത്. ഏതെങ്കിലും രോഗാവസ്ഥകൾ കഫസംബന്ധമായിട്ടോ മറ്റ് പ്രായമായവർക്ക് വാദസംബന്ധമായിട്ടോ ഒക്കെയുള്ള അസുഖങ്ങളാണ് എങ്കിൽ പോലും അതിൻ്റെ പിടിയിൽ നിന്ന് ഈ ഈശ്വരാധീനം കൊണ്ട് ഒന്ന് മുക്തി നേടുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ശ്രേയസ്സും യശസ്സും വന്നു ചേരും. അധികാരത്തിൻ്റെയും അതുപോലെ തന്നെ തേജസ്സിൻ്റെയും ഒക്കെ ഗ്രഹമായ ചൊവ്വാഗ്രഹം തുലാം രാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാൽ പൂർണ്ണമായ ദൃഷ്ടി ചെയ്യുന്നു. നിവൃത്തി സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ദൃഷ്ടി ചെയ്യുന്നത്. അപ്പോൾ ഏതൊരു കാര്യത്തിനും ഒരു നിവൃത്തി ഉണ്ടാവും. പ്രത്യേകിച്ച് വളരെയധികം ക്ലേശങ്ങൾ അനുഭവിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് തുലാം രാശിക്കാർക്ക് കടങ്ങൾ വന്ന് അധികം വർദ്ധിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് കടങ്ങൾ വീടുവാൻ യോഗമുണ്ട്. അതുപോലെ തന്നെ തൊഴിൽപരമായ പ്രശ്നങ്ങളൊക്കെ വന്ന് സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ ധനാഗമന യോഗം ഉണ്ടാകുവാൻ യോഗമുണ്ട്. പ്രണയിക്കുന്നവർക്ക് പ്രണയ സാഫല്യം ഉണ്ടാകുവാൻ യോഗമുണ്ട്. അത് വിവാഹത്തിലൊക്കെ കലാശിക്കുവാനും യോഗമുള്ള സമയമാണ്. ദാമ്പത്യഭാവത്തിൻ്റെ അധിപനായിരിക്കുന്ന ആ ചൊവ്വാഗ്രഹം പൂർണ്ണ ബലവാനായിട്ട് മേടം രാശിയിൽ തൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ രാശിയിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും ഒക്കെ ഉള്ളതിനാൽ വളരെ ഐശ്വര്യപൂർണമായ മനസ്സിനിണങ്ങിയ രീതിയിൽ ഒരു വിവാഹം വന്ന് വാക്കാകുവാനൊക്കെ അനുകൂലമായിരിക്കുന്ന ഒരു മാസമാണ് മെയ് മാസം തുലാം രാശിക്കാർക്ക്. ദൂരയാത്ര പോകുന്നതിനൊക്കെ അവസരം വരും. അത് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനായിട്ട് ഒരു ഉല്ലാസയാത്ര ഏതെങ്കിലും തരത്തിൽ വന്നു ചേരുക. അത് കടൽ തീരവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കുന്നും പ്രദേശവുമായി മലനിരകളുമായി ബന്ധപ്പെട്ട് അങ്ങനെ നയനമനോഹരമായ കാഴ്ചകളൊക്കെ കാണുവാനും ഏതാനും ദിവസങ്ങളെങ്കിലും ആഡംബര ജീവിതം നയിക്കുവാനും ഒക്കെ യോഗമുണ്ട് ഈ മാസം. അത് വളരെ പ്രത്യേകതയാണ് ഈ മാസം ഈ തുലാം രാശിക്കാർക്ക്. വളരെ കഷ്ടതകളൊക്കെ അനുഭവിക്കുന്ന ആൾക്കാർ വിചാരിക്കും എങ്ങനെ എവിടുന്ന് എന്ത് ആഡംബരം കിട്ടാനാണെന്ന്. അതൊന്നുമല്ല. ഒരു മാസത്തിൽ ഏതാനും ദിവസം ഒരാഴ്ചയോ അല്ലെ 2-3 ദിവസമൊക്കെ എങ്കിലും സുഖലോലുപമായിട്ട് സമൃദ്ധമായ ഭക്ഷണവും നല്ല വസ്ത്രങ്ങൾ വന്നു ചേരുക, ആഭരണങ്ങൾ എന്തെങ്കിലും വന്നു ചേരുക, അല്ലെങ്കിൽ ഗൃഹോപകരണങ്ങൾ വന്നു ചേരുക, അങ്ങനെയൊക്കെ ഭാഗ്യങ്ങൾ നിരവധിയാണ്. ഏത് തരത്തിലും ഭാഗ്യങ്ങൾ വന്നു ചേരാം. ഒരു ചെറിയ തുകയ്ക്കെങ്കിലും ഒരു ലോട്ടറിയൊക്കെ അടിക്കാം. എല്ലാവർക്കും 1-ാം സമ്മാനം അടിക്കണമെന്നില്ലല്ലോ. മനസ്സിലിണങ്ങിയ രീതിയിൽ കടങ്ങൾ വീടത്തക്ക രീതിയിൽ തൽക്കാലം ഒന്ന് മെച്ചപ്പെട്ട് കുറച്ച് ദിവസമൊക്കെ പോകുന്നതിനെങ്കിലും ഒരു ലോട്ടറി അടിക്കുന്നതിനോ, ഇനി അതുമല്ല ഒരു കുറിച്ചിട്ടി പല ആൾക്കാരും കുടിയിടയിലൊക്കെ ചിട്ടി ചേരുക സ്വാഭാവികം. അങ്ങനെ കുറിയൊക്കെ ആണെങ്കിൽ കിട്ടുന്നില്ലല്ലോ എന്ന് വിഷമിച്ചിരിക്കുമ്പോഴായിരിക്കും ഈ മാസം അതിനുള്ള ഭാഗ്യമുണ്ട്. അതുപോലെ കുറഞ്ഞ പലിശയ്ക്ക് ലോണ് എവിടുന്നെങ്കിലുമൊക്കെ ശരിയായി തരാമെന്ന് പറയുക.
അതൊക്കെ വന്നു ചേരാൻ യോഗമുണ്ട്. സുഹൃത്തുക്കൾ സഹായിക്കുക, സാമ്പത്തിക രംഗത്ത് പുതിയ ഒരു അഭിവൃദ്ധി വന്നു ചേരും. സ്വന്തമായ ബിസിനസ്സുകളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് ആരംഭിക്കുവാൻ ഏതെങ്കിലും തരത്തിൽ സുഹൃത്തുക്കൾ മുഖാന്തരമോ അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ നിർദ്ദേശപ്രകാരമോ കുടുംബക്കാരുടെ സഹായം മൂലമോ ഒക്കെ പുതിയ ഒരു സംരംഭം ദീർഘനാളുകളായിട്ട് ആരംഭിക്കണം, സാമ്പത്തിക സ്ഥിതി ഒന്ന് മെച്ചപ്പെടണം, ഒരു തൊഴിൽ കണ്ടെത്തണം, അങ്ങനെ വിചാരിക്കുന്നവർക്ക് ഒരു ഓട്ടോറിക്ഷ ഓടിക്കുവാൻ അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ എടുത്ത് ഓടിക്കുവാൻ, അത് വാങ്ങുവാൻ ഉള്ള സാമ്പത്തികം വന്നു ചേരാൻ ഒരു സഹായങ്ങൾ മുഖാന്തരം കുറച്ച് കടവോ കുറച്ച് സഹായങ്ങളോ കുറച്ച് കയ്യിലുള്ളതോ ഒക്കെ കൊണ്ട് ഒരു ഓട്ടോറിക്ഷ പഴയതാണെങ്കിലും മേടിക്കാനും അത് അഭിവൃദ്ധിയിലേക്ക് പോകുവാനും യോഗമുണ്ട്. അതായത് ഈ വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങുക, ചെറിയ ചെറിയ ഹാൻഡിക്രാഫ്റ്റ് പോലെയുള്ള തൊഴിലുകൾ അറിയാവുന്നവർക്ക് അവരുടെ സ്വന്തം കഴിവ് ഉപയോഗിച്ച് ആ തൊഴിൽ ചെയ്ത് വിജയം വരിക്കാൻ സാധിക്കുക. അങ്ങനെ അത് ദീർഘനാളുകളിലേക്ക് മുൻപോട്ട് വളർന്നു വരുന്നതിനും ഒക്കെ അത് ഭാഗ്യം വന്നു ചേരുന്ന ഒരു കാലമാണ്. അതുപോലെ തന്നെ സാമ്പത്തികമൊക്കെ വന്നു ചേരുന്ന വ്യക്തികളായാലും സാമ്പത്തികം കയ്യിലുള്ളവരായാലും അത് നല്ല കാര്യങ്ങൾക്ക് വിനിയോഗിക്കുക, നല്ല സുഹൃത്തുക്കളെ സഹായിക്കുക, അതുപോലെ തന്നെ ദാനധർമാദികൾ ചെയ്യുക, അങ്ങനെ ഒക്കെ യോഗമുണ്ട്. ഗുരുക്കന്മാരിൽ നിന്ന് മാതാപിതാക്കളിൽ നിന്നും ഒരു അനുഗ്രഹമൊക്കെ ഉണ്ടാകുവാൻ യോഗമുണ്ട്. എന്തായാലും വന്നു ചേരുന്ന ധനം, കയ്യിലുള്ള ധനമായാലും അത് ചിലവാക്കുന്നതിൽ അതീവ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമാണ്. ഏതെങ്കിലും തരത്തിലൊക്കെ മനസ്സിനെ അലട്ടുന്ന പല പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരാണ് ഈ തുലാം രാശിക്കാർ. അവരതിൽ നിന്നൊക്കെ ഏതെങ്കിലും തരത്തിലൊന്ന് പോസിറ്റീവായി തൊഴിൽ ലഭിക്കുകയോ അല്ലെങ്കിൽ ഒരു വിവാഹം നടക്കുകയോ ഗൃഹം പുതുക്കിപ്പണിയുകയോ കുടുംബത്ത് സമാധാനമുണ്ടായി സന്തോഷകരമായിട്ട് ജീവിക്കുവാൻ ഈ മാസം വളരെ അനുകൂലമായിരിക്കുന്നു. അതിന് ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യുവാൻ സ്വയം തന്നെ തയ്യാറാകുന്ന ഒരു മാസവും കൂടിയാണ്. അതുപോലെ തന്നെ ശത്രുക്കൾ നിഷ്പ്രഭരാകുക. എല്ലാ തരത്തിലും തൊഴിൽ രംഗത്തായാലും കുടുംബത്ത് തന്നെ ആയാലും മറ്റ് ഏതെങ്കിലും തരത്തിലൊക്കെയുള്ള ശത്രുതകളുള്ളവർ, ഇന്നലെ വരെ കണ്ടാൽ മിണ്ടാത്തവർ, ഇന്ന് നാളെ മുതൽ അല്ലെങ്കിൽ മുമ്പോട്ട് സൗഹൃദം സ്ഥാപിച്ച് വന്ന് ശത്രുതാ മനോഭാവം വെടിഞ്ഞ് മനസ്സ് പോസിറ്റീവായിട്ട് ചിന്തിച്ച് മുമ്പോട്ട് പോകുവാനായിട്ട് സാധിക്കും. അത് IT മേഖലയിൽ ജോലി ചെയ്യുന്നവരായാലും അധ്യാപന രംഗത്ത് ജോലി ചെയ്യുന്നവരോ മറ്റ് ഗവൺമെൻറ് ജീവനക്കാർ, അങ്ങനെ നോക്കുമ്പോൾ നിരവധിയായ തൊഴിലുകൾ ചെയ്യുന്നവർക്ക് അഭിവൃദ്ധി സൂചകമാണ്. ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപ്രദമാണ്. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങളൊക്കെ വന്നു ചേരും. വിദേശത്തായിരിക്കുന്നവർക്കും പൊതുവെ അനുകൂലമാണ്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ നിങ്ങളുടെ ദുഃഖങ്ങളോ ദുരിതങ്ങളോ എന്ത് ആകട്ടെ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. പൂജ ചെയ്യുന്ന അവസരത്തിലും അതുപോലെ മറ്റ് ധ്യാനിക്കുന്ന സമയത്തും ഒക്കെ പേര് നക്ഷത്രവും ചേർത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ, വിവാഹ കാര്യമായാലും കടം വീടുന്ന കാര്യമായാലും മറ്റ് ഏതൊരു കാര്യത്തിനും നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കണം. തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലൊക്കെ പോവുക, കഴിവത് ദ്രവ്യസഹിതമൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുക.